ഹാഫ് ആൻ അവർ ലേറ്റ് ആവുമെന്നോ? അത്രയും സമയം അയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവൂല. കരുനാഗം ഹാഫ് ആൻ അവർ ലേറ്റ്, കരുനാഗം ഹാഫ് ആൻ അവർ ലേറ്റ്, കരുനാഗം ഹാഫ് ആൻ അവർ ലേറ്റ്. നീ ഒരു കാര്യം ചെയ്യും, അവിടുത്തെ സ്റ്റോക്ക് എല്ലാം കൂടി. ചേച്ചി, ഉഷ ചേച്ചി, അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? ആ, സന്തോഷ വാർത്ത. കരുനാഗം ഇന്ന് ഹാഫ് ഡേ ലീവാ. ഉച്ചയ്ക്ക് ശേഷം വരൂ. നിന്നോട് ആരാ പറഞ്ഞേ? രഘു ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടതാ. ഞാൻ പണി നിർത്തി. ഇനി അയാൾ വന്നിട്ടേ ഞാൻ തയ്യൽ മെഷീന്റെ മുന്നിലിരിക്കും. കരുനാഗം ഇവിടെ ഇല്ലാത്ത അര നിമിഷം എന്ന് പറഞ്ഞ അതിനർത്ഥം കാലനില്ലാത്ത അര ദിവസം എന്നാ. ഇത് നമുക്ക് അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കാനോ? അയാള് നാളെ പ്രൊഡക്ഷൻ ലിസ്റ്റ് നോക്കുമ്പോ പണിയൊന്നും നടന്നിട്ടില്ലെന്ന് അറിഞ്ഞാലേ എല്ലാവരും തൂക്കി വെളിയിൽ കളയും. അറിയാലോ അയാളുടെ സ്വഭാവം. അയാള് വന്നതിന് ശേഷം ഞങ്ങൾ കൂടുതൽ പണിയെടുത്തോളാം. അയാൾ വരുന്നവരെ ഉഷ ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങൾ അടിച്ചു പൊളിക്കും. എല്ലാരും അതെ, അടിച്ചു പൊളിക്കാൻ ഞാനും വരുന്നത്. നീ എന്താണ് നോക്കിക്കുന്നത്? വാടാ വാ. എന്ത് കളി ഇപ്പൊ കളിക്ക? എനിക്ക് ഒരു കളിയേ അറിയൂ, ഒളിച്ചു കളി. ആ, അതാകുമ്പോ ഏതെങ്കിലും മൂലയിൽ ചെന്ന് ഒളിച്ചിരുന്നാ മതിയല്ലോ. ഓടുകയും ചാടുകയൊന്നും വേണ്ടല്ലോ. വല്ലപ്പോഴൊക്കെ തടി അനങ്ങണം. ഉഷേ, നീ പറയുന്ന കേട്ടതൊന്നും എന്റെ വീട്ടിൽ അടുപ്പ് കത്തിക്കാനുള്ള വിറക് കയറിത്തരുന്ന നീയാണെന്ന്. മതി മതി, നമ്മൾ ഇവിടെ കളിക്കാനാ വന്നിരിക്കുന്നത്, അല്ലാതെ അതും ഇതും പറഞ്ഞു ഉടക്കാനല്ല. ഒളിച്ചു കളി വേണ്ട. ഇവിടെ എവിടെ ഒളിക്കാനാ? അത് മാത്രല്ല, എവിടെയെങ്കിലും പോയി ഒളിച്ചാ ആരെങ്കിലും കാണും. അപ്പൊ തന്നെ കരുനാഗത്തെ വിളിച്ച് അറിയിക്കുകയും ചെയ്യും. നമുക്ക് അക്ക് കളിച്ചാലോ? അതാകുമ്പോ വേറെ എവിടെയും പോണ്ട. ഇവിടെ കള്ളി വരയ്ക്കാം. ഞാൻ മാർക്കിംഗ് ചോക്ക് എടുത്തിട്ട് വരാം. സൗന്ദര്യം നിൽക്കും.